ദൈവിക ശക്തിയാൽ മണപ്പുറത്തെ ഘോരവനമാക്കി പന്നിയുടെയും മലാന്റെയും പുലിയുടെയും തോലും നായാട്ടിറച്ചിയുമായി വാഴുന്നവരെ തന്റെ വൈഭവം തെളിയിച്ച് കോട്ടയുടെ കന്നിയിടത്തിൽ കൊടിയിലേക്ക് സ്ഥാനം നേടി. പിന്നെയും വടക്കൂട്ട് നീങ്ങി മടിയൻ ക്ഷേത്രപാലകന്റെ തെക്കിനി സ്ഥലവും കോട്ടച്ചേരി പട്ടത കനിരാശിയും കിഴക്കിനിയും ആനവാതിൽക്കൽ കരിപ്പൊരി എന്ന കൊട്ടിലും കിഴക്കേയറ്റത്ത് ബന്തെടുക്ക ശാസ്താവും പൊടിപ്പള്ളത്ത് വീരന്മാരും പറക്കുളങ്ങര ഭഗവതി ശ്രീകുറുമ്പാ ഭഗവതി എന്നീ ചൈതന്യങ്ങളും ഇതിലൊക്കെയും ഉപരിയായി പനയാലപ്പൻ, തൃക്കണ്ണാലപ്പൻ, കുണ്ടൻകുഴിയപ്പൻ, വേലക്കുന്നിലപ്പൻ, ശിവപുരത്തപ്പൻ എന്നീ ദൈവങ്ങളും നാട്ടിന്റെ ഐശ്വര്യവും ക്ഷേമവുമായി നിലകൊള്ളുന്നു. പിന്നെയും സഞ്ചരിച്ച വേക്കലമഴിമുഖത്ത് വെച്ച് ബംബേര്യൻ വഴി തടസ്സപ്പെടുത്തി മാർഗതടസ്സം വരുത്തിയ ബംബേര്യന്റെ ഒരു കാൽ ഏതു വീഴ്ത്തിയ ശേഷം കുതിർമൽ മുരിക്കഞ്ചേരിക്കേളുവിന്റെ ആസ്ഥാനത്തെത്തി തനിക്ക് കുടികൊള്ളാൻ സ്ഥലം ആവശ്യപ്പെട്ടു. ശ്രീ തൃക്കണ്ണാലപ്പനെ കണ്ടറിയിച്ചപ്പോൾ കീഴൂർ ധർമ്മശാസ്താവിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്ന് സമ്മതം വാങ്ങാൻ നിർദ്ദേശിച്ചു. ധർമ്മശാസ്താവ് കാഞ്ഞിരൂട്ട് ആനവാതിൽക്കൽ സ്ഥലം കാണിച്ചു കൊടുത്തെങ്കിലും ഭാഷാവ്യത്യാസം കാരണം തൃപ്തിയായില്ല. പിന്നീട് പനയാലപ്പനെ കണ്ട് കുടികൊള്ളാൻ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ 8 സ്വരൂപത്തിന്റെ സ്വരൂപനാഥനും കവയനാട് സ്വരൂപത്തിന്റെ അധിപനുമായ ശ്രീ കുണ്ടൻകുഴിയപ്പനെ ചെന്ന് കാണാനും അതുപ്രകാരം ചെന്ന് കണ്ടപ്പോൾ സ്ഥലം നൽകാൻ സമ്മതിക്കുകയും ലക്ഷ്യത്തിനു വേണ്ടി അരക്കത്തി കൊടുക്കുകയും അതുപ്രകാരം പനയാലപ്പൻ തന്റെ കന്നിരാശി സ്ഥലമായ കോട്ടപ്പാറ വീട്ടിൽ ഇടം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വയനാട്ടുകുലവൻ ഉത്തര കേരളത്തിലെ 8 സ്വരൂപത്തിനും ധർമ്മദൈവമായി രൂപാന്തരപ്പെട്ടു.